ഇൻസ്റ്റഗ്രാമിൽ കണ്ട റീൽസിലെ വലിയ ഓഫറുകളുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് എൻ്റെ ബാല്യകാല സുഹൃത്തായ നാനി എന്നെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇത്രയേറെ ഓഫറുകൾ കൊടുത്തിട്ടും കഴിക്കാൻ ആരുമില്ലാത്ത ആ റെസ്റ്റോറൻറ്റുകൾ കണ്ടപ്പോഴേ ഞങ്ങൾക്കൊരു പന്തികേട് തോന്നി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. കോഴിക്കോട് നഗരത്തിൽ ഓഫറുകളല്ല വേണ്ടേ, ഭക്ഷണത്തിന് രുചിയുണ്ടെങ്കിൽ അവിടെ ഏത് പാതിരാത്രി വരെയും നല്ല തിരക്കായിരിക്കും. അങ്ങനെ ലോകപ്രശസ്തമായ ലോകത്തിലെ ഏറ്റവും പേരുകേട്ട 5ാമത്തെ ഹോട്ടലായ പാരഗണിലേക്കാണ് ഞങ്ങൾ ഇന്ന് ഡിന്നറിനായി എത്തിയത് കേട്ടോ. പാരഗണിലെ ചിക്കൻ ബിരിയാണിക്കാണ് കേട്ടോ അവാർഡുകൾ വാരിക്കൂട്ടി ഈ ഹോട്ടലിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചത്. ഞങ്ങളവിടെ എത്തുമ്പോൾ രാത്രി 9 മണിയായി കേട്ടോ. രാത്രി 9 മണിക്കും ഡിന്നർ കഴിക്കാനുള്ള തിരക്കാണിത്. മറ്റ് റെസ്റ്റോറൻറ്റുകളിൽ കയറി ചെല്ലുന്നതോടെ ചെന്നപാടെ നമുക്ക് കയറിയിരിക്കാൻ കഴിയില്ല കേട്ടോ. അവിടെ ചെന്നയുടൻ നമ്മുടെ പേര് കൊടുത്ത് ആ പേര് വിളിക്കുന്നത് വരെ നമ്മളവിടെ കാത്തു നിൽക്കണം. ഒരു 10-15 മിനിറ്റോളം കാത്തു നിന്നതിന് ശേഷമാണ് ഞങ്ങളുടെ പേരും വിളിച്ചത്. പേര് വിളിച്ച് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. എങ്കിലും ഭക്ഷണത്തിനായി കുറച്ച് നേരം കൂടെ കാത്തിരിക്കണം. നാനിക്ക് നോമ്പായതിനാൽ നല്ല ചൂടൻ വെള്ളയപ്പവും വെജിറ്റബിൾ സ്റ്റൂവുമാണ് കേട്ടോ കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തത്. ഞാൻ അവിടുത്തെ ഏറെ പ്രശസ്തമായ ലോകപ്രശസ്തമായതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ലോകപ്രശസ്തമായ ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ചെറുപ്പം മുതലേ തലശ്ശേരി ദം ബിരിയാണി കഴിച്ച് ശീലിച്ച എനിക്ക് അത്രത്തോളം എത്തില്ല ഈ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഈ ബിരിയാണി ലോകപ്രശസ്തി നേടാൻ കാരണമെന്ന്. അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് ഈ ദം ബിരിയാണി വിദേശികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അധികം സ്പൈസസോ മസാലകളോ ഒന്നും ചേർക്കാതെ ചിക്കൻ്റെയും ബിരിയാണിയുടെയും ഒക്കെ തനതായ രുചി എടുത്തു കാണിക്കുന്നതുകൊണ്ടായിരിക്കാം. എനിക്കിഷ്ടപ്പെടുന്നതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണമെന്ന് വാശി പിടിക്കാൻ കഴിയില്ലല്ലോ. ലോകത്തിലുള്ള ഭൂരിപക്ഷം ജനങ്ങളെയും ഒരുപോലെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു ഭക്ഷണമായിരിക്കണം ലോകത്തിലെ അവാർഡുകൾ നേടിയതെന്ന് ആ ബിരിയാണി കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നന്നായിട്ട് വെന്ത് തനതായ മസാലകൾ ചേർത്ത ചിക്കൻ്റെ രുചി അതിലെ റൈസുകളിലേക്കും നന്നായിട്ട് ഇഴുകിച്ചേർന്നിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണിക്കൊപ്പം തന്നത് ഒരു ചമ്മന്തിയും ഇവരുടെ മാത്രമാണെന്ന് തോന്നുന്നു ഒരു ഈന്തപ്പഴ അച്ചാറും റൈത്തയുമാണ് കേട്ടോ. പറയാതിരിക്കാൻ കഴിയില്ല, ഇവരുടേത് മാത്രമായ റെസിപ്പിയിൽ തയ്യാറാക്കിയതാണെന്ന് തോന്നുന്നു. ഈ മധുരമുള്ള ഈന്തപ്പഴ അച്ചാർ ബിരിയാണിക്കൊപ്പം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. ഇന്നിവരുടെ പാരഗൺ റെസ്റ്റോറൻറ്റ് ഒരുപാടിടങ്ങളിലുണ്ടെങ്കിലും കോഴിക്കോട് നഗരത്തിലെ കണ്ണൂർ റോട്ടിൽ CH ഓവർ ബ്രിഡ്ജിന് താഴെയുള്ള ഈ പാരഗൺ ഹോട്ടലാണ് കേട്ടോ ഇവരുടെ ഏറ്റവും പഴയതും പേരുകേട്ടതുമായ പാരഗൺ ഹോട്ടൽ. കോഴിക്കോട് നഗരത്തിൽ വരുന്നവർ ഈ ഹോട്ടലിലും വന്ന് രുചി അറിഞ്ഞിട്ട് പോകാം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം, ഉച്ച സമയത്താണ് വരുന്നതെങ്കിൽ കുറച്ചേറെ നേരം തന്നെ സീറ്റ് കിട്ടാനായി കാത്തു നിൽക്കേണ്ടി വരും കേട്ടോ. ഞങ്ങളുടെ ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജുകൾ ഫോളോ ചെയ്യാനും ഓർക്കുമല്ലോ അല്ലേ. വ്യത്യസ്തങ്ങളായ രുചിയിടങ്ങൾ തേടിയുള്ള യാത്രയിൽ മറ്റൊരു രുചിയെടുത്ത് വെച്ച് വീണ്ടും കാണാം. നന്ദി.